വാങ്ങിക്കുമ്പോൾ പ്രയാസപ്പെടുത്തരുത്. എങ്ങനെ? ഒരാൾ വന്നിട്ട് ഒരു കസ്റ്റമർ വന്ന് ഒരു കച്ചവടക്കാരനോട് 10-15 മിനിറ്റ് ഒക്കെ സംസാരിച്ച് എന്നാ ഞാൻ നാളെ വരട്ടോ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോവാ. അതാ കച്ചവടക്കാരന്റെ സമയം നഷ്ടപ്പെടുത്തല. വാങ്ങിക്കാൻ ഉദ്ദേശമല്ല, ഇതെത്രയാ, ഇതിനെത്രയാ, ഇതെന്താ, അതങ്ങനെയാ, വേറെ കളറുണ്ടോ, വേറെ കമ്പനി ഉണ്ടോ, ഇതൊക്കെ നോക്കി ആ സാധു താഴെന്നും മേലെന്നും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചിട്ട് തന്ന് പറഞ്ഞു വേളൊക്കെ പറഞ്ഞ് എന്നാ പിന്നെ ഞാൻ വരട്ടോ. എന്തിന്? അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു മനുഷ്യന്റെ സമയമല്ലേ കളയുന്നത്? അയാൾക്ക് ആ നേരം കൊണ്ട് വേറെ എന്തെല്ലാം പണി ചെയ്യാൻ, വേറെ എത്ര കസ്റ്റമറെ ഡീൽ ചെയ്യാൻ പറ്റും? അയാൾ ശപിക്കൂലേ, ഈ മനുഷ്യൻ എന്റെ സമയം വെറുതെ കളഞ്ഞല്ലോ? അങ്ങനെ ചെയ്യരുത്. കച്ചവടക്കാരും അങ്ങനെയാണ്, കസ്റ്റമറോട് ഏറ്റവും നന്നായി പെരുമാറണമെന്നാണ്. സംഹൻ ഇദാ ബാഅ, കച്ചവടം ചെയ്യുമ്പോ വളരെ പുഞ്ചിരിച്ചും സ്നേഹത്തോടെയും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കച്ചവടം എന്നത് ഇബാദത്താണ്. കച്ചവടം ഒരു ഇബാദത്താണ്. കച്ചവടം ജനങ്ങൾക്ക് സേവനം ചെയ്യലാണ്. ജനങ്ങളുടെ അവശ്യ സാധനങ്ങളെ അവർക്ക് എത്തിച്ചു കൊടുക്കലാണ്. അവർക്ക് ജീവിക്കാൻ ആവശ്യമായത് സൗകര്യം ചെയ്തു കൊടുക്കലാണ്. അങ്ങനത്തെ ഒരു സംവിധാനമാണ് കച്ചവടം. അതുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമാവരുത്. കച്ചവടക്കാർ മുഴുവനും ഞങ്ങൾ ജനസേവനം കൂടിയാണ് ചെയ്യുന്നത് എന്ന് നിയ്യത്ത് വെച്ചാൽ അതിന് കൂലി കിട്ടും. മഹാനായ എന്ന് പറയും, കച്ചവടക്കാർ വെറും ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പണിയായിട്ട് ഇതിനെ കാണരുത്. നിങ്ങൾ ഇതൊരു സേവനമായി നിയ്യത്ത് ചെയ്യണം, എന്നാൽ ഇതിന് കൂലി കിട്ടും. കച്ചവടം ഒരു സേവനമാണ്. അങ്ങനെ